ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റു കേട്ടോ. അപ്പോൾ ഇതിനോട് നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ചായ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ. അതിങ്ങനെ നന്നായിട്ടൊന്നും ഉറങ്ങിയില്ല, അങ്ങനെ കിടന്നുകൊണ്ട് ഉറക്കമൊന്നും സെറ്റായില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ, 7 മണി ആവുന്നതേ ഉള്ളേ. ചായ ഫുഡെല്ലാം ഇവിടുന്ന് കിട്ടും. എനിക്ക് പുറത്തുനിന്ന് ഇനിയിപ്പം കൊണ്ടുവരുന്ന കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്നത് കേട്ടോ. ഇവിടെ ചായ മേടിക്കുന്നത്, ചായ മേടിച്ചു ഞാൻ എന്തെങ്കിലും മേലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹോസ്പിറ്റലിൽ ഡേ 2 ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിട്ട് വരും. ഒരു 50യുടെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചോട്ടെ വിചാരിച്ചു. ഇത് ചായ മേടിച്ചു. ഫസ്റ്റ് ഫ്ലോറാട്ടോ ഇത്. ലിഫ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് മടിയാണ്. ലിരിമോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ പിരിക്കാൻ മാറി കൊണ്ടുവരുന്നുണ്ടോ അവർ? അത് പിടിച്ചു. എന്ത് പാൽച്ചായയാണോ? അതെനിക്കറിയില്ല. അത് പാൽച്ചായ ആയിരിക്കും. ഇത് പാൽച്ചായ. എൻ്റെ ബിസ്ക്കറ്റും കഴിക്കും. എൻ്റെ ബിസ്ക്കറ്റും കൂടെ കുടിക്കുന്നു. അപ്പം ഞാൻ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരുടെ കൂടെ രാവിലത്തെ കാപ്പി മേടിക്കാൻ പോവാട്ടോ. നമ്മൾ പലതവണ വന്നപ്പോഴൊക്കെ ഈ ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്ക് നീണ്ടൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആൻറ്റിയുടെ കൂടെ വന്നപ്പം നമുക്ക് ഫുഡ് കിട്ടിയില്ല. ഈ പ്രാവശ്യം കിട്ടുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിതേ ഫുഡ് മേടിച്ചു കേട്ടോ. ഇഡ്ഡലി സാമ്പാറും ഒരു ഭാഗമാണ്. നമ്മളിതേ ഫുഡ് കഴിക്കും കേട്ടോ. ഇത് വേണ്ടതില്ല, ഫ്രീ ഫുഡാണ്. ഫ്രീ ഫുഡ്. ഇത് ദോശ 3 ദോശയും സാമ്പാറും. അടിപൊളി. ഞാൻ ഈ വലിയ പാത്രത്തിൽ കൊണ്ടുപോയത് എല്ലാവർക്കും 3 വെച്ച് കൊടുത്ത ചേട്ടൻ എനിക്ക് എത്ര ഉണ്ടെന്ന് പറയും? 4 ലിതിയിൽ ഓർത്തിട്ടാ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് ഒരു പഴം ഉണ്ടോ. അടിപൊളി പോഷക സമൃദ്ധമായ ആഹാരമാണ് കൊടുത്തേക്കുന്നത്. അത് തന്നെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇല്ല വലിയ ചായല്ല. അപ്പോൾ ഇവിടെ ചായയും കൊടുത്തിട്ടുണ്ട് കേട്ടോ, കട്ടൻ ചായ. അടിപൊളി. ഇഡ്ഡലി സാമ്പാർ നല്ല അടിപൊളി പൂ പോലത്തെ ഇഡ്ഡലി. പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാമ്പാറിന് നല്ല ടേസ്റ്റ്. അങ്ങനെ പാട്ട് കളിക്കണം. ആ അടാ മുറിയിലാണ് അത് കിടക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് മാമി. സൂപ്പറാട്ടോ. അവിടെ കൂടുതൽ ഒപ്പിൽ വരുന്നവരാണേ ഫുഡ് മേടിക്കുന്നത്. വേഗം ചെന്നുകൊണ്ട് കിട്ടി. നാളെ ആൻറ്റി വന്നപ്പം ഞാനും പോയപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നേ നിന്നവർക്ക് വരെ കിട്ടി. ഞങ്ങളുടെ വന്നപ്പോഴത്തേക്ക് തീർന്നു പോയായിരുന്നു. വേറെ കൊണ്ടുവന്നു പിന്നെ കിട്ടൂല. ഞങ്ങൾ പിന്നെ ആ കയ്യിൽ ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിച്ചു. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിച്ച ഫുഡ് ആ പാത്രം നന്നായിട്ട് കഴുകി നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെച്ചേക്കാം. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ കഴിക്കും. അപ്പോൾ കുറച്ച് പാത്രം കഴുകാനുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലിതിമോൾക്ക് കാർഡിയനെ കാണാൻ പോകണം, പിന്നെ അനസ്തേഷ്യനെ കാണാൻ പോകണം. അപ്പോൾ അങ്ങനെ ഇരിക്കാം കേട്ടോ. ഞായറാഴ്ച സിസേറിയൻ പറഞ്ഞേക്കുന്നതുകൊണ്ട് നമുക്ക് റൂം നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരാൾക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് രോഗിയുടെ പേരും മേൽവിലാസം എഴുതണോ? മലയാളത്തിൽ മതി എന്ന് പറഞ്ഞല്ലേ? മലയാളത്തിൽ പോകും. മലയാളത്തിൽ പഠിച്ചാൽ ഇത് നമുക്ക് പേവാർഡിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഫോമാണ് കേട്ടോ. ഒ.പി. നമ്പർ എവിടെ കിടക്കുന്നു? ഇതാണോ അല്ലേ? ഒ.പി. നമ്പർ അത് ചോദിക്കാം. മറ്റേനോടത്തായി രോഗിയുടെ മാസവരുമാനം തൊഴിലും. മാസവരുമാനം എത്ര എഴുതി? ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ അനസ്തേഷ്യനെ കണ്ടിട്ട് നേരെ ഇനിയിപ്പോൾ പേവാർഡിന് വേണ്ടിയിട്ട് ഡോക്ടറുടെ കയ്യിൽ നിന്ന് സൈൻ മേടിക്കാൻ വേണ്ടി പോവാണ്.
ഇതിമോളെ കാണിക്കുന്ന ഡോക്ടർ ഒന്നുമില്ല, അപ്പോൾ വേറെ ഡോക്ടറെ കൊണ്ട് ബ്യൂട്ടി ഡോക്ടറുണ്ട്, അപ്പോൾ കാണിക്കും. ഡോക്ടറെ കാണാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് മേടിക്കാനായിട്ട് മേളിലേക്ക് പോകണം. അവിടെ ചെന്നത്തേക്ക് അതിലും വേറെ ക്യൂ ആയിരുന്നു, രാവിലത്തേക്ക് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം നിന്നു. അതിന് ശേഷമാണ് പിന്നെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് മേടിച്ചു കേട്ടോ. ഫുഡ് മേടിച്ചു കേട്ടോ. അതിനകത്ത് കറിയൊക്കെ അവിടെ ചെയ്തിട്ട് കാണിച്ചു തരാവേ. ഇറങ്ങി പോകണം കേട്ടോ. ഇതിൽ വന്നാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആൻറ്റിക്ക് മറ്റേ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബിൽഡിങ്ങിൽ ഫുഡൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് റൂമിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. പാടിച്ചു നിന്നിട്ട് ചൂടാ ഫ്രഷാണ് മേടിച്ചോളാം ഞാൻ പറഞ്ഞു. ചോറ് കേട്ടോ, ചോറും നല്ല പയറ് കറിയും അച്ചാറ്, മാങ്ങാച്ചാറാണുള്ളൂ, അടിപൊളി. ഞങ്ങളത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ചൂടൻ ചോറും അതിൻ്റെ ഒരു പയറ് കറിയും അച്ചാറും. ഞാൻ അതുപോലെ മേടിച്ചോളാൻ പറഞ്ഞു. കഴിക്കാറ് ഇത് വേറെ സ്ഥലത്തു നിന്നാണ്, ഇത് അങ്ങ് പോകണം. പൈസ കൊടുത്തല്ല, മറ്റേ കാർഡിയുടെ പുതിയ എല്ലാ ദിവസവും ഉണ്ട്. കാർഡിയുടെ പുതിയ ഇത് ബിൽഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് അമ്മയും കൊണ്ട് ഒരു പാത്രം നീ കൊണ്ടാണ്, ഒരു പാത്രം അമ്മ കൊണ്ടാണ്. ചോറ് കുറച്ച് തന്നില്ല, അല്ലാതെ ഇട്ടോ ഇതിനകത്ത് ഇത്തിരി ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് ഇച്ചിരി ഉണ്ടാവുള്ളൂ. ഇച്ചിരിയായിട്ട് ഇട്ടോ. ആ കുറച്ച് മന്തിന് മേടിക്കാം. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഫോം പൂരിപ്പിച്ച് കൊടുക്കണേ. അങ്ങനെ ഞാനത് ഓഫീസിൽ വന്ന് നിൽക്കുക കേട്ടോ. ഓഫീസിൽ വന്നപ്പം ഇനി 2 മണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഫോമുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൊടുത്തിട്ട് തിരിച്ച് കട വരെ പോട്ടോ. അപ്പോൾ ഈ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ ഞാൻ ആ ഫോമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇനി ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് പോവാം. പുറത്തോടെ ആട്ടോ വരുന്നത്. അപ്പോൾ പുറത്തോടെ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. അപ്പോൾ അത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ D3 ടാബ്ലറ്റ് ഞാൻ എടുത്തില്ല, അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കേണ്ടതല്ലേ, പിന്നെ അതും മേടിച്ചു. പറയാൻ വാക്കുകളില്ല. പറയാൻ വാക്കുകളില്ലെന്ന് പറഞ്ഞു. നമ്മുടെ തൊട്ടപ്പുറം കിടന്ന അതെ, കുഞ്ഞാവുണ്ടായി, പെങ്കൊച്ച് പ്രസവമായിരുന്നു കേട്ടോ. നമ്മുടെ ഓപ്പറേഷൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഞാനും ഭാവം ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് ബോറടിച്ചു. നാളെ കൂടെ വെയിറ്റ് ചെയ്താൽ മതി. നാളെ കൂടെ വെയിറ്റ് ചെയ്താൽ മതി. മറ്റന്നാളോട്ട് നമ്മൾ തിരക്കിലാവും. ഞാൻ ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞിരിക്കും. ഇനി അടുത്ത ഫുഡ് കഴിക്കാനാണ് നോക്കിയിരിക്കുന്നത്. അട ഇന്നലത്തെ പോലെ അട ഉണ്ടാക്കി കഴിക്കാം അല്ലേ? അല്ല, അട മേടിച്ച് കഴിക്കേ പോരെ. അപ്പോൾ നമ്മുടെ ബെഡിൻ്റെ തൊട്ടപ്പുറം കിടന്ന ബെഡിലെ അത് എൻ്റെ ഇളയ കൊച്ച പ്രസവിച്ച കേട്ടോ. അപ്പോൾ പെങ്കുഞ്ഞാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ഉമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഡേയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 തന്നത് കഴിക്കുക. ഇതിനോട് വേണ്ടെന്ന് പറഞ്ഞു. നല്ല മധുരമുള്ള ഡേയ്സ്. ആദ്യം വീഡിയോക്കുള്ള കേട്ടോ കാണിച്ചേമേ. ഇതാരാ നോക്കിയാ ആദി? അല്ലല്ല, വിളിച്ചേ ആദി. ഇതൊക്കെ ആരാന്ന് നോക്കി, ഇതാരാന്ന് നോക്കി. കാണിക്കേ, എന്നെ കാണിക്കേ. കുഞ്ഞാവേണ്ട ആരാ?
ഒരു സ്ഥലത്ത് കിട്ടിയില്ല കേട്ടോ. പാട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വെറുതെ എൻ്റർടൈൻമെൻറ്റ് ഇരുന്നപ്പോൾ ഞങ്ങൾ ഓരോ പാട്ടൊക്കെ പാടാം. ഇവിടെ ഇരിക്കുമ്പോൾ ഓർണമെന്റ്സ് ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഓർണമെന്റ്സ് ഒന്നുമില്ല. ഓർണമെന്റ്സ് എന്ന് ഞാൻ ഓർണമെന്റ്സ് വെള്ളം കുടിച്ചപ്പോൾ വയറിനൊരു വേദന. മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ, കാണാത്തമ്പൊരു തഴുകുമൊരു പൂവ്, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴും ഈ വേളയിൽ, കിനാവും വരൂ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ. ബാക്കി അറിയത്തില്ല. അങ്ങനെ നമ്മൾ ചായ മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഈ ഒരു കോർണറിൽ വന്ന് നിൽക്കുകയാണേ. വേറൊന്നുമല്ല, ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് വേർതിരിക്കും കേട്ടോ. വീഡിയോ അപ്ലോഡ് ആവാൻ ഇവിടെ വന്നാലേ പറ്റുള്ളൂ. ഉള്ളിലൊന്നും റേഞ്ച് ഇല്ല. അപ്പോൾ 1.5 ദിവസം എടുത്തിട്ടാണ് ഞാൻ ഇന്നിടുന്ന വീഡിയോ, ഇന്നലെ ഇട്ട വീഡിയോ കെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ വേർത്ത് വിളിച്ചൊക്കെയാണ് ഇവിടെ വന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സഹകരിക്കാം കേട്ടോ. ഇന്ന് കാണുമ്പോൾ പുറത്തേക്കുള്ള കാഴ്ച ഇതാണ് കേട്ടോ. സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്. ഇത് അങ്ങോട്ടാണ് ഇത് ലേബർ റൂം വരുന്നത് കേട്ടോ. വാർഡ് വരുന്നത്. കുറേ നേരമായിട്ട് ചുമ്മാ ഇരിക്കുകയാണ്. രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചൂടങ്ങ് ഇറങ്ങുള്ളൂ. ഒരു രക്ഷയില്ലാത്ത ചൂടായിരിക്കും നേരെ. അപ്പോൾ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പകൽ കൊള്ളാമല്ലോ, അതിനോട് ക്ലൈമറ്റാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ദിവസം കൂടെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാനത് എവിടെ ഒരു സ്ഥലത്ത് പോയി നിന്ന് ഒരു കുറേ നേരം നിന്നിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റേതായ കുറച്ച് ഇതുണ്ട്. മുഖമൊക്കെ നോക്കി അങ്ങ് എണ്ണമയം വരും. എല്ലാം ലൈറ്റ് അടിക്കുന്ന കേട്ടോ. പിന്നെ ഡെയിലി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പറ്റുന്നത്രയും ഞാൻ ചെയ്യാം. അപ്പം ഞങ്ങൾ വെറുതെ ഇരിക്കും. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര തിരക്കിലായിരുന്നു. അത് തന്നെ. അപ്പോൾ നമ്മൾ പേവാട് എടുക്കുന്നുണ്ട്. ഇല്ല, ഇത്രയോടെ രാത്രിയായിട്ട് കഴിയാമെന്ന് വിചാരിച്ചു. രാത്രിയായിട്ട് കഴിയാൻ പറ്റില്ല, ചൂടെടുക്കുമ്പോഴേ. കഞ്ഞി എനിക്ക് വയ്യ ചിരിക്കാൻ. നീ അമ്മച്ചീനെ ഒന്ന് വിളിച്ചടി വാവേ. അമ്മച്ചി കഞ്ഞി കൊടുത്തു. കഞ്ഞി ഒന്ന് കഞ്ഞിന്ന് പറഞ്ഞിട്ട് സാധനം കഞ്ഞി. വേറൊരു കാര്യമുണ്ട്, വെള്ളം പോകണ്ടെന്ന് ഓർത്തായിരിക്കും. മനസ്സിലായോ? ഇതെടുത്ത് അത് വേവണല്ലോ. അല്ല, ഒന്നും പറയണ്ടടി, പറഞ്ഞിട്ട് കാര്യം. ഞാൻ നിൻ്റെ അടുത്ത് എപ്പോഴേ പറഞ്ഞേ കഞ്ഞി ആയിരിക്കില്ലടി ചോറായിരിക്കുമടി. അമ്മയുടെ കഞ്ഞി ഏതാ? നമ്മൾ കുറുക്കിയെടുക്കും കഞ്ഞി നന്നായിട്ട് വേവിച്ച്. ഇല്ലടി കാവേ, ഇത് രണ്ടും ചോറാ. അയ്യോ എനിക്ക് വയ്യ, എനിച്ചിരിക്കാൻ. വിളിക്കടി വാവമ്മച്ചീനെ. അമ്മേനെ ഇടുക്കിക്കാരുടെ കഞ്ഞിയാണ് സംഭവിച്ചത്. അത് വെന്തിട്ടും ഇല്ല. ഇത് ഏത് കറി കൂട്ടി കഴിക്കും? ചമ്മന്തി. ഞാൻ അപ്പോഴേ പറഞ്ഞ അമ്മച്ചിയുടെ കഞ്ഞിയടി ചോറായിരിക്കും അത്. എടുത്തിട്ട് വെള്ളം പറയാ. എനിക്കെന്തായാലും അമ്മച്ചി, അമ്മ കഞ്ഞിന്ന് പറഞ്ഞ എന്താ അമ്മച്ചി? അമ്മച്ചി കഞ്ഞിന്ന് പറഞ്ഞ ചോറും വെള്ളവും കൂടെ ചേർത്ത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നല്ല വേവിച്ച് കോരിയിടുമ്പോ എങ്ങനെ വരും? അമ്മ എന്തെന്നാ അമ്മ പറയുന്നത്? അതിനിപ്പോ എന്താ? ചോറ് നന്നായിട്ട് വെന്തിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചെടുക്കണല്ലേ കഞ്ഞി. ഇത് കഞ്ഞി ചോറ് ഊറിയിരിക്കുന്നവരുണ്ട്. അമ്മ ഇത് എന്ത് കറി കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞ്. അതിനിപ്പോ എന്താ, അങ്ങനെ പോകത്തൊന്നുമില്ലത്. നല്ല ഉറപ്പുള്ള പാത്രമല്ല അങ്ങനെ പോണം. എങ്കിൽ ശരി. കുടിക്കണം എങ്ങനെയാ? ഇനി ചൂടുവെള്ളം തിളപ്പി മേടിച്ചിട്ടുണ്ടോ അതിനകത്ത് ഒഴിക്കണം. കുടിക്കണം കഴിച്ചറിയാം.
ശരിക്കും ഒരു 3-5 വിസിലടിച്ചിട്ട് ഒരു അരമണിക്കൂർ. എന്തെന്നാ? ആ നന്നായി, വലിയ ഉപകാരം കേട്ടോ. ശരി എന്നാ. പിന്നെ ചോറ് മതിയായിരുന്നു. ചോറ് മതിയായിരുന്നു. ശരി എന്നാ. അതെങ്കിലും ഉണ്ടാക്കി തന്നു വിട്ടില്ലോ. അല്ല കഞ്ഞി എന്ന് പറയുമ്പോൾ ഇച്ചിരി കഞ്ഞിവെള്ളം വേണം, അല്ലെങ്കിൽ ചോദിച്ചിട്ട് വേവണം. നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് ചൂടുവെള്ളം. അല്ല എനിക്കല്ല ഇച്ചിരി വരുന്നത്, ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഞാനേ നീ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഇച്ചിരി വേവ് കുറച്ചാണെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചു. ഇതിപ്പം വെന്തിട്ടുമില്ല കഞ്ഞിവെള്ളവും ഇല്ല, അതാണ് ചോറ്. സുരേഖ അരിയാണ് അതുപോലെ കിടപ്പുണ്ട്. കഞ്ഞെടുത്തോന്ന് ഒഴിക്കും. ചൂടുവെള്ളം ഒഴിച്ചാലും കൊള്ളൂരേ. ചൂടുവെള്ളം ഒഴിച്ചാലും കൊള്ളൂര, ചുമ്മാ പച്ചവെള്ളം കോരി കഴിക്കുന്നത്. അതിൽ നല്ല ചോറ് വേണ്ടേ അതിനകത്ത്? എൻ്റെ വേറെ എന്തെങ്കിലും കറി മേടിച്ചു തരാം. കറി എന്തുവരെ മേടിക്കാനാ? പുറത്തുനിന്ന് മേടിക്കാൻ പറ്റിയൊരു സറ്റ സാധനമുള്ളൂ, എന്താ? ഓംപ്ലേറ്റ്. ഈ ചോറിൻ്റെ കൂടെ ഓംപ്ലേറ്റ്. ചിക്കനും ബീഫൊന്നും ഇപ്പം നമുക്ക് പറ്റിയില്ല. ബീഫ് കഴിച്ചാൽ വയറ്റിൽ നിന്ന് പോകില്ല. ബീഫൊന്നും വേണ്ട, ചിക്കനും വേണ്ട. എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കാം. മേടിച്ചിട്ട് ആദ്യത്തെ ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് എനിക്കറിയാം. എന്നാൽ ഇച്ചിരി ബി.പി ലേശം കൂടുതലുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നേരത്തെ ആദ്യത്തെ ഓപ്പറേഷൻ ആയതുകൊണ്ടായിരിക്കും രണ്ടാമത് ഓപ്പറേഷനാണെന്ന് പറഞ്ഞത്. ഇതേ അമ്മച്ചി വിളിക്കുന്നുണ്ട്. ഹലോ. അപ്പോൾ ഹായ്, നമ്മളത് പിറ്റേ ദിവസം രാത്രി ആയിട്ടുണ്ട്. സമയം ഏകദേശം 9:30 കഴിഞ്ഞു. ഞങ്ങൾ മേലൊക്കെ ഒന്ന് കഴുകി, പിന്നെ അമ്മ കൊണ്ടുവന്ന കഞ്ഞി ഒക്കെ കുടിച്ചു. ലിതിമോക്ക് കൊണ്ടുവന്ന ചപ്പാത്തി ഞാൻ അയച്ചു. ചപ്പാത്തി ഇഷ്ടമല്ല കേട്ടോ. ഈ മെഷീനിലുണ്ടാക്കുന്ന ചപ്പാത്തി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വയ്യാത്ത വയറുവേദന എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി കഴിച്ചു. ലിതിമോൾ കഞ്ഞി കുടിച്ചു. എന്നിട്ട് കുറച്ച് നേരം അതിലിങ്ങനെ നടന്നു, എന്നിട്ട് വന്ന് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ് എവിടെയാണ്, ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ, ഹസ്ബൻഡ് പുറത്താണോ, ആണുങ്ങളാരും ഇല്ല, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് വിട്ടത് ചേട്ടായിയാണ് അഡ്മിറ്റ് ചെയ്ത് നമ്മുടെ ഓട്ടോയിൽ നമ്മുടെ കൂടെ വന്നത്. പിന്നെ ചേട്ടായിക്ക് അധികം അങ്ങനെ വീഡിയോയിലൊന്നും വന്ന ശീലം ഇല്ലാത്തതുകൊണ്ട് അത്ര ആളങ്ങനെ ആക്റ്റീവ് അല്ല. ചേട്ടായി അറിയാണ്ടാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാത്തത്. പിന്നെ കഴിഞ്ഞ ദിവസവും ഇന്നൊക്കെ ആണെങ്കിലും വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ തുണിയൊന്നും അലക്കി അങ്ങനെ ഇടാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ തുണിയൊക്കെ കൊണ്ടുപോയി പിന്നെ കഞ്ഞി കൊണ്ടുപോയി തന്നു. അതൊക്കെ ചേട്ടായാണ്, അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, ഇതൊക്കെയോ പറയാനുണ്ട്, മറന്നുപോയി. പിന്നെ ചേട്ടായിക്ക് ജോലിയുണ്ട്, കളക്ടറേറ്റിൽ ജോലിയുണ്ട്. അപ്പം അതുകൊണ്ട് വൈകുന്നേരം വരാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ ലിതിമോക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പുറത്തും അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് വേറെ ആരുടെയും ആവശ്യമില്ല. ഒരു കുട്ടിയമ്മയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ബേബി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ ആവശ്യം കൂടെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ റൂം കിട്ടുമായിരിക്കും. റൂമിന് നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും റൂം കിട്ടിയാൽ അമ്മയൊക്കെ വരും. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം മുതൽ ആര് നിൽക്കുന്നു അവർ തന്നെ അവസാനം വരെ നിൽക്കണം. അതായത് നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആവുന്ന വരെ നിൽക്കണം. അതാണ് ഇവിടുത്തെ റൂള്. അപ്പോൾ എല്ലാവരെയും കൂടെ ഓരോരുത്തരും മാത്രമേ ഉള്ളൂ. ഒരു പിള്ളേരെ പോലും അകത്തേക്ക് കയറ്റത്തില്ല. പിന്നെ മെയിനായിട്ട് ആദീനെ പുറത്ത് റൂം എടുത്തു കഴിഞ്ഞാൽ ആദീനെയും കൊണ്ടുവരാമല്ലോ. അവനാണെങ്കിലും ഭയങ്കര ലിതിമോളെ കാണാത്തതിന് ഭയങ്കര സങ്കടമായിട്ടോ. അറിയാമല്ലോ, നമുക്കെപ്പോഴും മൂത്ത മക്കൾക്കൊരു പ്രത്യേക ഇതായിരിക്കുമല്ലോ, അവനതൊരിതുണ്ട്. അപ്പോൾ അവനെ കൊണ്ടുവരണം. അതൊക്കെയാണ്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒക്കെ ഉണ്ടാവണം. ലിതിമോക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ബി.പി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചെറിയതായിട്ട് ഒന്ന് കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മേബി എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ലിതിമോള് പറഞ്ഞ ചിന്തയൊന്നുമില്ല, ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഹാപ്പിയായിട്ടിരിക്കട്ടെ, ഹാപ്പിയായിട്ടിരിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറയണ്ടോ? ഇല്ല, ഞാൻ ഒരുപാട് പേര് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിതിമോളുടെ അമ്മ കൊച്ചിനെ നോക്കില്ലേന്ന്. അമ്മയും ജോലിക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവരും ജോലിക്ക് പോകാതിരുന്നാലും പറ്റത്തില്ല. ഇപ്പോൾ എലിക്കുട്ടിയമ്മയ്ക്കാണേലും വന്നതുകൊണ്ട് രണ്ടുപേരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അമ്മ അവിടെ നിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ അമ്മ ഓപ്പറേഷൻ വന്ന് വരും. അവിടുത്തെ അമ്മ അതുകൊണ്ട് ജോലിക്ക് പോവാണ്. അവിടുത്തെ അമ്മയും ചേട്ടായി എല്ലാവരും വരും. ചേട്ടായി നാളെയും കൂടെ വരും. നാളെ ബുധനാഴ്ചയാണ്. നാളെ വരും. വൈകുന്നേരം വന്ന് ഫുഡൊക്കെ തന്ന് നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പോകുന്നത്. പിന്നെ പറ്റുകയാണെങ്കിൽ നാളെ കാണിച്ചു തരാം ചേട്ടായിനെ. പുള്ളിക്ക് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം വീഡിയോയിലൊന്നും കാണിക്കാത്ത അല്ലാതെ ഒന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ചേട്ടായി വരാമെന്നാണ് പറഞ്ഞത്. ലിജിമോക്ക് ഭയങ്കര ആഗ്രഹമാണ് വരാനായിട്ട്. പിന്നെ ചേട്ടായിയെ വരുന്നുള്ളൂ. പിന്നെ നമ്മളെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ
വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലിജിമോള്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ കുഞ്ഞിനെ അതിഥിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ ദിവസം എണ്ണി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളൊപ്പം ഉള്ളതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ മുടങ്ങരുത്, വീഡിയോ ഇടണേ, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ വിശേഷങ്ങളും സന്തോഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2-3 പേരെയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കാണാൻ പറ്റി, അതൊക്കെ വലിയ സന്തോഷം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നമുക്കിവിടെ വെച്ച് ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും കാണാം അല്ലേ. കണ്ടു കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ അപ്പുറം ബെഡിലൊക്കെ ഒരു ഇത്തയൊക്കെ ഉണ്ട്. ആ ഇത്തയൊക്കെ നമ്മുടെ ലിജിമോളുടെയൊക്കെ നമ്മുടെ വീഡിയോ എല്ലാം കാണുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം. നമ്മളെ അറിയുന്നവർ സ്നേഹിക്കുന്നവർ നമ്മൾക്ക് കണ്ടുമുട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡേറ്റ് അവസാനിക്കുകയാണ്, നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. നല്ല ദിവസങ്ങളായ നാളെ ഒക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ 3-ാമത്തെ ദിവസം വിശേഷങ്ങളും കാണിക്കാം. ഇനി അങ്ങോട്ടുള്ള തുടർന്ന വിശേഷങ്ങളെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അപ്പോൾ എല്ലാവരും എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ബൈ. അപ്പോൾ ഈ ഇട്ടേക്കുന്ന നൈറ്റ് നമ്മളന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഭംഗിയുള്ള നൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരിയായത്. അപ്പോൾ ഓക്കെ ബൈ.